ആറ്റിറ്റ്യൂഡ് കൺട്രോൾ. സാറ്റലൈറ്റിനെ അതിൻ്റെ ഓർബിറ്റിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ കറക്റ്റ് ചെയ്യുന്നതിനെയാണ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ എന്ന് പറയാം. മെയിൻറ്റെയിൻ ദ കറക്റ്റ് ഓറിയൻറ്റേഷൻ ഓഫ് എ സാറ്റലൈറ്റ്. എർത്ത് സ്റ്റേഷനിൽ അപ്ലിങ്ക് ആൻറ്റിന ഉണ്ടാവും, അതുപോലെ ഡൗൺലിങ്ക് ആൻറ്റിന ഉണ്ടാവും. ഇത്തരം ആൻറ്റിനാസുമായി സാറ്റലൈറ്റ് കറക്റ്റായി ഓറിയൻറ്റഡ് ആയിരിക്കണം. സാറ്റലൈറ്റിന് ആവശ്യമുള്ള പവർ നൽകുന്നത് സോളാർ പാനൽസ് ആണ്. ഈ സോളാർ പാനൽ സൺ റേഡിയേഷനുമായി കറക്റ്റായിട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഓരോ സാറ്റലൈറ്റും ചില പെർട്ടിക്കുലർ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അത്തരം സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റുമായിട്ടും സാറ്റലൈറ്റ് കറക്റ്റായി ഓറിയൻറ്റഡ് ആയിരിക്കണം. മിസ്അലൈൻമെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ സിഗ്നൽ ലോസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന സിഗ്നൽ വീക്കായിരിക്കും. കറക്റ്റായ ഓർബിറ്റിൽ തന്നെ ആണെങ്കിലും ഓറിയൻറ്റേഷൻ ഇൻകറക്റ്റ് ആയാൽ ചില സന്ദർഭങ്ങളിൽ ഡാറ്റ ട്രാൻസ്മിഷനും തടസ്സപ്പെടും. പ്രധാനമായിട്ടും 2 ടൈപ്പ് ആറ്റിറ്റ്യൂഡ് കൺട്രോളാണുള്ളത്, പാസീവ് ആൻഡ് ആക്റ്റീവ്. പാസീവ് കൺട്രോളിൽ നാച്ചുറലായി രൂപപ്പെടുന്ന ഫോഴ്സസും ടോർക്കിനെയും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആറ്റിറ്റ്യൂഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓറിയൻറ്റേഷൻ കൺട്രോൾ ചെയ്യുന്നത് നാച്ചുറലായിട്ട് രൂപപ്പെടുന്ന ഫോഴ്സസിനെയും ടോർക്കിനെയും ഉപയോഗപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും സിമ്പിളായിരിക്കും, ലോ കോസ്റ്റ് ആയിരിക്കും, അവിടെ പവർ റിക്വയർമെൻ്റ് ഒന്നും വരുന്നില്ല. ഒബ്വിയസ്ലി പ്രിസൈസ് വളരെ കുറവായിരിക്കും, പ്രിസിഷൻ വളരെ കുറവായിരിക്കും. ആക്റ്റീവ് കൺട്രോൾ ആ കേസിൽ നമ്മൾ എക്സ്റ്റേണലായ സെൻസേഴ്സ്, ആക്ച്വേറ്റേഴ്സ്, ചില പെർട്ടിക്കുലർ കൺട്രോൾ അൽഗോരിതം അതൊക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഓറിയൻറ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. സോ അക്യുറസി വളരെ ഹൈ ആയിരിക്കും. ഓറിയൻറ്റേഷൻ ചില അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ആക്റ്റീവ് കൺട്രോളിലുണ്ട്. അതേപോലെ ഇപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ട് വരുന്നത് കൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിരിക്കും, പവർ കൺസ്യൂമിങ്ങും കൂടിയായിരിക്കും ആക്റ്റീവ് കൺട്രോൾ.